Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ്റെ വെച്ചാണ് ചെയ്യുന്നത്. ചിക്കൻ ഏതാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചിക്കൻ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ റോസ്റ്റ് എന്നാത്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്. അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, കപ്പയുടെ കൂടെ, ചക്കയുടെ കൂടെ എന്നാ വേണേലും കഴിക്കാം. അത് സെമി ഗ്രേവി ആവണമെങ്കിൽ അങ്ങനെ, ഡ്രൈ ആവണമെങ്കിൽ അങ്ങനെ. പക്ഷേ ഇത് ഇപ്പം ഞാൻ ഈ ചിക്കൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അവധി ആയതുകൊണ്ട് പിള്ളേർക്ക് നമുക്ക് പലതരം ആഹാരം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാനാന്നോ, ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഒത്തിരി ചിക്കൻ അങ്ങോട്ട് കൊടുക്കണ്ട. ഇതിന് നമുക്ക് കുറേശ്ശെ വല്ലപ്പോഴൊക്കെ കൊടുത്താൽ മതി. പക്ഷേ കറി അറിഞ്ഞിരുന്നാൽ മാത്രമല്ലേ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചിക്കൻ പല വെറൈറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക സ്നേഹം എനിക്കുള്ളത് കൊണ്ടാണ് ഈ ചിക്കനെ പിടിക്കുന്നത് കേട്ടോ. പക്ഷേ അങ്ങനെ ചിന്തിക്കരുത്, എപ്പോഴും ചെയ്യരുത്, സമ്മറിൽ പ്രത്യേകിച്ച്. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാ വേണ്ടിയെന്ന് നോക്കിയോ. ഇത് ചെയ്യാൻ പോകുന്ന വെളിച്ചെണ്ണയിലാണ്. ഇതിന് വേണ്ടിയ എല്ലാ മസാലാസും വേണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, പിന്നെ കുറച്ച് നാരങ്ങ. ഈ മസാല എല്ലാം നമ്മൾ ഇടണം. പിന്നെ അതേപോലെ കുറച്ച് ഉള്ളി വേണം, സവാളയാണ് ഇത് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഇത് 1 കിലോ കോഴിയുണ്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പച്ചമുളക്, ടൊമാറ്റോ, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരകവും. ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ചട്ടിക്കകത്ത് ഇറച്ചി മീനും വെക്കുന്ന ഏറ്റവും നല്ല സ്വാദാന്ന് പറയുവേ. എപ്പോഴും അങ്ങനെ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അങ്ങനെ ഒന്നും എടുക്കാതെ നമ്മൾ ഈ കറിയൊക്കെ ഒന്ന് ചട്ടിക്കകത്ത് വെച്ച് നോക്കിയേ. നമുക്ക് അടുപ്പില്ലെന്നുള്ള പ്രയാസമല്ലേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ചട്ടിയിൽ വെച്ചാൽ ഇതിനേക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചട്ടി ഞാൻ എടുത്തില്ല. ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാനേ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ സെയിം സാധനം നമ്മൾ ചട്ടിയെ ചെയ്തേച്ചാൽ മതി കേട്ടോ. അത് മീൻ ചട്ടിക്ക് ഒരു പ്രത്യേക ചട്ടിയും ഇറച്ചിക്ക് ഒരു ചട്ടിയും വെച്ചേച്ചാൽ മതി. അപ്പോൾ ആ ഒരു എന്നാ പറയുക, നമ്മൾ എത്രയായാലും മീൻ ചട്ടി എടുക്കുമ്പോഴത്തേക്ക് ആ മീനിൻ്റെ ഒരു മണം വരും. അതേപോലെ ഇറച്ചിക്കൊരു പ്രത്യേകം, മീനിനൊരു പ്രത്യേകം. ആദ്യം ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതിനകത്തോട്ട് മസാല എല്ലാം ഇടുക. കുറച്ച് ജാതിപത്രി, 3-4 ഏലക്ക, അതേപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും. ഇത് ചൂടാവാനോ ഏലക്ക പൊട്ടാനോ ഗ്രാമ്പു പൊട്ടാനോ അധികം നേരം വേണ്ട. അധികം നേരം കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാമ്പു നല്ലോണം പൊട്ടും, നമ്മുടെ മേത്തെല്ലാം എണ്ണ തെറിക്കും. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ ഞാൻ ഇച്ചിരി ഉള്ളി അങ്ങ് ഇടുക. 1 കിലോയ്ക്ക് 4 മീഡിയം സൈസ് ഉള്ളി അതിൻ്റെ ഒരു കണക്ക്. ഇതിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ ആണെങ്കിൽ 3 ടീസ്പൂൺ ആ കണക്ക്, അതനുസരിച്ച് ചേർത്തോണം. പിന്നെ ഇടേണ്ടത് കുറച്ച് പച്ചമുളക്, ഉള്ളി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ടൊമാറ്റോ ഇതെല്ലാം ചേർത്തു. ശരിക്കും ഒരു ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കറി വെക്കുമ്പോൾ ചിക്കൻ ആദ്യമേ അങ്ങ് ഇടണമെന്ന് പറഞ്ഞേ. അന്നേരം ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയുടെ എല്ലാ ഫ്ലേവേഴ്സ് അതിനകത്തോട്ട് നല്ലോണം ഉള്ളിലേക്ക് ചിക്കനകത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി അങ്ങനെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് വെന്ത് പോവുകയും ചെയ്യും, ആ ഫ്ലേവേഴ്സ് എല്ലാം ചിക്കനകത്ത് കയറുകയും ചെയ്യും. അപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ആ ചിക്കൻ ഇതിനകത്തോട്ട് ഇടാൻ പോവാണേ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇടുക.
ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഒലത്ത് ഇതെല്ലാം നല്ലതായിട്ട് ആ ചിക്കനെ പിടിച്ചൊക്കെ വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സ്വാദ്. ഇത് ഞാൻ ആദ്യമൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തർക്കിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അല്ല ചെയ്തപ്പം ശരിയാ, അമ്മമാരൊക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പം നമ്മൾ ആ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. അതായത് ആ ഒരു പച്ച ഒക്കെ മാറി ആ ചിക്കൻ ഇച്ചിരി വെന്ത് വരുക. ഈ വരുന്ന സമയത്ത് നമ്മളൊരു ഇച്ചിരി ആ പൊടി അങ്ങിട്ട് കൊടുക്കണേ. കുറച്ച് മഞ്ഞൾപ്പൊടി. ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഗ്രേവി വേണ്ട. കുറച്ച് മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവുണ്ട്, പക്ഷേ ഇത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് ഒരുപാട് എരിവ് കാണുകയില്ല, അതിന് നിറവേ കാണത്തുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇതേപോലെ 4 ടീസ്പൂണാണ് 1 കിലോ കണക്കിന്. മുളക് പൊടി അതെ 4 ടീസ്പൂൺ ആയിട്ടുണ്ട്. ഗരം മസാല നമ്മൾ പൊടിക്കുന്നതാണേൽ ഒരു 3/4 ടീസ്പൂൺ 1 കിലോയ്ക്ക് കിട്ടും. മേടിക്കുന്നതാണെങ്കിൽ അതിനേക്കാട്ടിൽ ഇച്ചിരി കൂടി കുറച്ചിട്ടേച്ചാൽ മതി. കാര്യം അതിനകത്ത് പട്ടയുടെ ഒരു ചുവയുണ്ടല്ലോ, ഇച്ചിരി മുന്നിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത്ര ഇടണ്ടേ. കുരുമുളക് പൊടിയേക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് വരുന്ന ചതച്ച മുളക് ഇടുമ്പോഴാണ്. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ഇതേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്നെ എടുക്കും, അല്ല അതെല്ലാം ഇടാനൊക്കത്തുള്ളൂ. ഇത്രയെല്ലാം നമ്മൾ ചേർത്തില്ലേ. ഇത് ശരിക്കും നമ്മളൊരു നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ എന്താ പറയുക, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പം നമ്മൾ ആ ചേർത്തേക്കുന്ന പൊടി എല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞു. ആ ചിക്കനിലോട്ട് ആ പൊടിയെല്ലാം പിടിക്കാൻ തുടങ്ങി. ആ ചിക്കനകത്ത് ഊറി വരുന്ന വെള്ളം കംപ്ലീറ്റ് ആ പൊടിയായിട്ട് ഇങ്ങനെ ചേരുവാണ്. ഏറ്റവും ടേസ്റ്റ് ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ തന്നെ നിന്ന് വേവുന്നതാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പറയും, നമ്മൾ ഈ കനലിൽ ചിക്കൻ വെച്ച് വേവിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന്. നമുക്ക് എന്തായാലും അടുപ്പ് കനലൊന്നും ഇല്ല, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്മേ വെക്കാനേ ഒക്കത്തുള്ളൂ. അന്നേച്ച് വലിയ തീ ഓഫ് ചെയ്തേക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നാരങ്ങാ നീരും കൂടെ പിഴിയുക. ഇച്ചിരി പുളി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം. നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ഒഴിക്കാം. ഇതിൽ വിനാഗിരി ഒഴിക്കാം നാരങ്ങ ഇല്ലെങ്കിൽ. ഇത് എന്നാണേലും ഇച്ചിരി പുളി വേണവേ. ഒഴിച്ചേച്ച് ഇതിന് അതിൻ്റേതായ ഒരു സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് അങ്ങനെ ആവത്തില്ല, ഇച്ചിരി ആവത്തുള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റാണ് വേണ്ടേ. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ചപ്പാത്തിയാണ് ഇന്നും ഉണ്ടാക്കിയത്. കാര്യം എന്നാണെന്നറിയോ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ചപ്പാത്തിയാണ്. ബാക്കിയൊക്കെ മാവ് അരയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അത് ഇച്ചിരി മെനക്കേടായതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചപ്പാത്തി ആയതുകൊണ്ടാണ് ചപ്പാത്തി കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനോട് വിഷമം തോന്നുന്നത് ഇനി ഞാൻ അത് മാറ്റിയിട്ട് വേറെ പലഹാരങ്ങൾ ചെയ്യും. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളും നമ്മൾ ഒരു മലയാളികൾ പോലും പാടാത്തവരില്ല. അതേപോലെ ആ വരികളൊന്നും മറക്കുന്ന ഒരു മലയാളി പോലും ഉണ്ടാവില്ല. കാര്യം അത്ര നമ്മുടെ ഹൃദയത്തോട് തൊട്ടുണർത്തുന്ന വരികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത് അനിൽ പനച്ചൂരാൻ സാറാണ്. അദ്ദേഹത്തെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, ആദ്യം ഒരു ചോദ്യം ചോദിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്തുകാരോടും കവിതകൾ എഴുതുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ഇച്ചിരി വർത്താനം പറയാൻ ഇച്ചിരി പേടിയാ. എന്നാന്നറിയാവോ, ഭയങ്കര മെച്ചോർഡായിട്ടാണ് വർത്താനം പറയുക. ഭയങ്കര ഇങ്ങനെ അളന്നു കുറിച്ചൊക്കെയാണോ വർത്താനം പറയുന്നതെന്നൊന്നും അറിയാൻ മേല. പക്ഷെ സാറിൻ്റെ വരികൾ ഏതാന്ന് വെച്ചാൽ ഇപ്പം ചോര വീണ മണ്ണിൽ നിന്ന് അതൊരു വിപ്ലവമാണ്. അണ്ണാറ കണ്ണവ എന്ന് വിളിച്ചാൽ അതിനകത്തൊരു കൂട്ടിത്തുണ്ട്. ജിമിക്ക കമൽ എന്ന് പറയുന്നതിൽ അതിൽ ഭയങ്കര ഒരു യുവത്വമുണ്ട്. സത്യം ഒരു കാര്യം ചെയ്യട്ടെ സാർ, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു വ്യക്തിത്വമാണ്. അത് എല്ലാം ഉണ്ട്. നമ്മുടെ
എഴുത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക കാര്യം നമുക്ക് സിനിമയിൽ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ. എന്തും എഴുതണമല്ലോ. അപ്പോൾ ജിമിക്കി കമ്മലും എഴുതും, ചോര വീണ മണ്ണും എഴുതും. അപ്പോൾ അതൊക്കെ എന്തും എഴുതാം. സർ, ഇപ്പം സർ ശരിക്കും വാക്കുകളിൽ കൂടിയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതലും മെസ്സേജസ് എത്തിക്കുന്നത്. ശരിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് ചേഞ്ചസ് വേണമെന്ന് സാറിന് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ശരിക്കും സർ, എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ വാക്കുകളിൽ കൂടി നമുക്കൊരു സമൂഹത്തെ മാറ്റാൻ സാധിക്കില്ലേ? പറ്റും. കാരണം വാക്കായിരുന്നു ഇപ്പം ലോകത്തെ മാറ്റിമറിച്ചത് തന്നെ വാക്കുകളും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം വചനം എന്നാണ് നമ്മൾ ബൈബിളിലൊക്കെ പറഞ്ഞ വചനം എന്ന് പറയല്ലേ. അതല്ലെങ്കിൽ തന്നെ പുതിയ നിയമം തന്നെ വാക്കാണല്ലോ. വാക്കാണ് പ്രധാനം, വാക്കാണ് പൊരുളെന്നൊക്കെ പറയുന്നത്. സത്യവും വാക്കാണല്ലോ, വാക്കല്ലാതെ ഒന്നുമില്ല. വാക്കുകൊണ്ടാണ് ജർമ്മനിൽ ഹിറ്റ്ലർ പോലും എന്താണ് ആളുകളെ നയിച്ചത്, ആളെ മാറ്റിയെടുത്തത്. കാരണം ഹിറ്റ്ലറൊക്കെ പ്രസംഗിക്കുന്നത് പ്രത്യേക രീതിയായിരുന്നു, ഷോ ആയിരുന്നു എന്നാണ് പറയുന്നത്. ലൈറ്റ് വെക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ പിടിക്കും, അവിടെ ലൈറ്റ് വരും. അങ്ങനെയൊക്കെയുള്ള ഷോയിൽ സംസാരിച്ചിട്ടാണ് ആളുകളെ കയ്യിലെടുത്തിട്ടുള്ളത്. അത് ആളുകളെ കൂടെ നിർത്താൻ വാക്കുകൾക്ക് വലിയ കഴിവുണ്ട്. പിന്നെ മാർക്കാനയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ മോണോ ആക്ട് ചെയ്യുന്നൊരു ഐറ്റം ഉണ്ടല്ലോ, എന്താണ് പ്രസംഗിച്ച് ജനത്തിനെ കയ്യിലെടുക്കുന്നത്. ഇപ്പോഴും അത് കുറവല്ല. ചില വാക്കുകൾ കൊണ്ടാണ് ജനങ്ങളെ കയ്യിലെടുക്കുന്നത് ഇപ്പോഴും. അത് നമുക്ക് വർത്തമാനത്തിൽ കൂടെ, വർത്തമാനം മാത്രമല്ല, പ്രസംഗം, അതങ്ങനെ പല നമുക്ക് എഴുത്തിൽ കൂടി ഇപ്പോൾ വോൾട്ടയർ, ഈ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാകുന്നതിന് കാരണം വോൾട്ടയർ ആണെന്ന് പറയുന്നില്ലേ. അപ്പോൾ അദ്ദേഹം കൊടിയൊന്നും പിടിച്ചിട്ട് നടത്തിയതല്ല വിപ്ലവം, വാക്കുകളിലൂടെ എഴുത്തിലൂടെ ഉണ്ടാക്കിയതാണ്. അത് തീർച്ചയായിട്ടും എഴുത്തുകൊണ്ട് പറ്റും. സർ, ശരിക്കും നമ്മുടെ ഈ സൊസൈറ്റിയായിട്ട് നമുക്ക് എന്തോരം ഒരു ലിങ്ക് ഉണ്ട്. അതായത് അത് അവർ നമ്മുടെ സാറിൻ്റെ ഒരു എഴുത്തുകാരനുമായിട്ട് നമുക്ക് എന്തോരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എഴുത്തുകാരൻ എന്ന് പറയുന്നത് കാലത്തിന് ആവശ്യമുള്ള ആളാണ് എന്ന് സ്വയം വിലയിരുത്തണം അയാൾ. എന്നുവെച്ചാൽ അയാൾ തന്നെ സ്വയം കാലത്തിന് വേണ്ടി ട്രാൻസ്ഫോം ചെയ്യേണ്ടതുണ്ട്. ഞാൻ എന്തെഴുതുന്നതും ആളുകൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്നത് എഴുതണം എന്നുള്ളതാണ് സത്യം. അവർക്ക് എന്ത് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കി എഴുതണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു കവിത എഴുതുന്ന ആളല്ല, ഞാനൊരു കാലഘട്ടത്തിന് വേണ്ടി തന്നെ എഴുതുന്ന ആളാണ്. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, ഇന്നൊരു സംഭവം ഉണ്ട്, ഇന്നൊരു കവിത എഴുതിയേക്കാം, ആറ്റുകാൽ പൊങ്കാല ഒരു കവിത എഴുതിയേക്കാം എന്ന് വെച്ചിട്ട് എഴുതത്തില്ല. ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് എല്ലാ കാലത്തേക്കും വേണ്ടി അത് എഴുതണം എന്ന് തോന്നുന്നു. അപ്പം അത് ആ മെസ്സേജായിട്ട് നിന്നോളും, യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അതെല്ലാവരും എല്ലാം ഉടനെ മനസ്സിലാക്കണമെന്നില്ല, കുറെ കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ആളുകൾ പിടികിട്ടുന്നത്, മനസ്സിലാവുന്നത്. എന്നാലും അതുണ്ടാവും, അവിടെ ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളത്തെ തലമുറ അത് വായിക്കും. അത് ഫിക്സഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, യാതൊരു സംശയമില്ല, അത് ഉണ്ടാവും അവിടെ. എഴുത്തിന് മാത്രമേ ഉള്ളത് ആ കഴിവുള്ളത്, അല്ലാതെ വേറൊരു കലാരൂപവും കാലാധിപത്യമായിട്ട് വന്നിട്ടില്ലല്ലോ. ശരിയാ. ശരിക്കും സാറിനെ പറ്റി നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വന്നത് സാർ എഴുതിയത് ആദ്യത്തെ പാട്ട്, ഇത് ചോര വീണ മണ്ണിൽ നിന്നും. അതിലാണ് ശരിക്കും സാറിന് ഒരു സിഗ്നേച്ചർ വന്നത്. സാറിന് ആ ഒരു പാട്ട് എഴുതുന്നതിന്റെ ഒരു അത് ആ ഫിലിമിനെ ബേസ് ചെയ്തിട്ടാണ്. ഫിലിം ബേസ്ഡാണ്. ചോര വീണ മണ്ണ് ആ സിനിമയ്ക്ക് വേണ്ടി ലാൽ ജോസ് പറഞ്ഞിട്ട് എഴുതിയത് മാത്രമാണ് അത്. പിന്നെ അത് എഴുതുന്നതിനുള്ള ദൂരം അല്ലെങ്കിൽ എത്ര സമയം എടുത്തെന്ന് ചോദിച്ചാൽ എൻ്റെ പ്രായം തന്നെയാണ് എൻ്റെ വയസ്സ്. കാരണം ഞാൻ അറിഞ്ഞ കാലഘട്ടമാണ്, ഞാൻ എഴുതാനിരിക്കുന്ന ഈ നിമിഷമല്ല ഞാൻ ഈ നിമിഷം വരെ എത്തിയ ഞാനാണ് ഞാൻ. അപ്പം ഞാൻ അറിഞ്ഞതും കേട്ടതും അനുഭവിച്ചതും ചിന്തിച്ചതും ഒക്കെ എഴുത്തിൽ വരുമല്ലോ. അപ്പം ചോര വീണ മണ്ണ് ഒരു 10-35 കൊല്ലത്തെ എൻ്റെ ജീവിതം അവിടെ ഉണ്ട്, ആ നിമിഷത്തുണ്ട്. അതുകൊണ്ടാണ് എനിക്കങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ സാറിൻ്റെ എല്ലാ ലിറിക്സും അങ്ങനെയാണ്, അനുഭവങ്ങൾ കൊണ്ടാണ് കൂടുതലും. അതിൻ്റെ തീർച്ചയായിട്ടും അനുഭവമാണ്, എഴുത്തിൻ്റെ അടിസ്ഥാനം അനുഭവമാണ്. എന്നാൽ അല്ലെങ്കിൽ അനുഭവം ആകുമ്പോഴേ നമ്മളുടെ ഒരു എന്താ പറയുന്നത് ഒരു ഫ്ലേവറല്ല, ആ വാക്കാ പറയേണ്ടത്. നമ്മുടെ ഒരു ഫ്ലേവർ അതിന് കിട്ടണമെങ്കിൽ നമ്മുടെ അനുഭവം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇല്ലേ? ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനല്ലേ, നമ്മുടെ കൈപ്പുണ്യമൊന്നും അനുഭവം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ. ഇപ്പോൾ ഇത്ര ഗ്രാം ഉപ്പ് ചേർക്കണം എന്ന് പറയും, പക്ഷേ നമ്മൾ ഇടുന്നത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എടുത്ത് വാരി ആ അളവാണ്. അത് നമ്മുടെ ഒരു ഉള്ളറിവാണ്, അനുഭവത്തിൽ നിന്നുണ്ടായ അറിവാണ്, അതിനത്രയും മതി എന്നുള്ളതാണ്. അത് അമ്മമാർക്കെല്ലാം ഉണ്ട്. അതാണ് ഒരു തിട്ടമാണ്, കൈത്തിട്ടം എന്ന് പറയും, ഒരു തിട്ടമാണ് അത്. ഇത്ര സ്പൂണിന്റെ പകുതി നിന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് കൈകൊണ്ട് ഒരു പിഞ്ചെന്ന് പറഞ്ഞാൽ എടുത്ത് ഇടുമ്പോൾ അത് ആവും. അപ്പൊ അത് എഴുത്തും അതുപോലെ തന്നെയാണ്, അങ്ങനെ തന്നെ സംഭവിക്കുന്ന ചില കൈപുണ്യങ്ങളുണ്ട് നമുക്ക് എഴുത്തിനകത്തും. എൻ്റെ ഒരു ആഗ്രഹമാണ് സാർ, എൻ്റെ നല്ല പ്രേക്ഷകരുടെ ഒരു ആഗ്രഹമാണ് ആ ചോര വീണ മണ്ണിൽ, അത് സാറിന്റെ വയലിൽ നിന്ന് ഒന്ന് കേട്ടാൽ. ഈ കോഴി എഴുന്നേറ്റ് ഓടും ഇല്ല, ആരും ഓടുകയല്ല. കാരണം ചോര വീണ മണ്ണ് ഒരു വിപ്ലവ കവിതയുണ്ട്, ഒരു അടുക്കളയിൽ ഇരുന്നത് പാടണമെന്നുള്ളതാണ്. അല്ല, സാറിന്റെ കേൾക്കാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം,
ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി. കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. ഓ ശരിക്കും എല്ലാ മലയാളികളും ആ ഒരു പാട്ട് സാർ ഒരു കാര്യമുണ്ട്, സാർ പാടുമ്പോൾ തന്നെ അല്ലേ അതിനൊരു ഗംഭീര്യമുണ്ട് ശരിക്കും. അതുകൊണ്ട് ആ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ സർ. ശരിക്കും സാറിന്റെ മനസ്സിൽ ഇത്രയും നല്ലതായിട്ട് ആ വാക്കുകൾ എഴുതാൻ സാറിന്റെ മനസ്സിനകത്ത് ആ വിപ്ലവം എന്തോരം ഉണ്ട്. എഴുത്തിലൂടെ നമുക്ക് ആ വിപ്ലവം കാണിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ചെറിയ പേനകത്തി പോലും ഞാൻ കൊടി പോലും പിടിക്കില്ല. കാരണം കൊടിയിൽ വടിയുള്ളതുകൊണ്ട് ഞാൻ പിടിക്കാറില്ല. അങ്ങനെ കൊടിയിൽ വടിയുണ്ടല്ലോ, അത്ര സോഫ്റ്റ് മൈൻഡ് ആണ് സർ. അപ്പൊ ഈ പറഞ്ഞ മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഈ ആവേശവും. ഓ ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താ അറിയോ, സാറിന്റെ ഒക്കെ അതേപോലെ ഒരു ഫീലിംഗ് ആണ് ആ ഒരു വാക്ക്. അതൊക്കെ ഞാൻ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അത് തെളിച്ചു തരുന്നല്ലേ ഉള്ളു. അല്ല അപ്പൊ ശരിക്കും സാറിന്റെ ഉള്ളില് ഇപ്പൊ സാറല്ല വടി കൊടിയിൽ വടിയുള്ളതുകൊണ്ട് പോലും ഞാൻ പിടിക്കാറില്ല. പക്ഷെ സാറിന്റെ ഉള്ളില് നല്ലോണം കാര്യങ്ങൾ പറഞ്ഞു പറയിപ്പിക്കണം എന്നും ചെയ്യിപ്പിക്കണം എന്നും ഒക്കെ പ്രചോദനം കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് സാർ എന്താണ് സാറിന്റെ ഉള്ളിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട്? ഇപ്പൊ കനൽ ഊതി ഉണർത്തുന്ന പോലൊരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ കനലുണ്ടെങ്കിൽ ഞാൻ ഊതിയാൽ എന്ത് ചെയ്യും, അത് ഉണരും. നിങ്ങൾ വല്ല കർപ്പൂരത്തിരി പോലെയാണെങ്കിൽ അത് ഊതിയാൽ അണഞ്ഞും പോകും. അപ്പോൾ നെഗറ്റീവായി ചില ഊതുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണെങ്കിലും അത് കനലിലാണെങ്കിൽ അത് ജ്വാലയാകും, ചെറിയ ജ്വാലയാണെങ്കിൽ അണഞ്ഞു പോകും. അപ്പോൾ രണ്ടിനും വേണ്ടിയാണത്, രണ്ടും എഴുത്തിൻ്റെ ജോലിയാണ്. സർ ഇനിയൊരു ശരിക്കും ഇപ്പം എഴുത്തുകാരോടും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരോടും ഞാൻ പറഞ്ഞില്ലേ സാറോട് സംസാരിക്കാൻ പോലും എനിക്കൊരു റെസ്പെക്റ്റും ഭയവും അങ്ങനെ ഉണ്ട്. അത് മാറുന്നില്ല. പക്ഷെ അതെന്താണെന്നറിയോ സാർ, ആക്ച്വലി എൻ്റെ മനസ്സിനകത്ത് കാണുന്ന ഒരു കാഴ്ചപ്പാട് ഈ താടിയും മുടിയൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിപ്പോന്ന്. അങ്ങനെ വേണോ ബുജികൾക്ക് താടിയൊക്കെ എന്ന് പറയുന്നത്? ശരിക്കും എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം ഭയങ്കര ക്ലീൻ ഷേവാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, നീ ശരിക്കും ഈ അലസമായി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ താടി. അത് ഭംഗിക്ക് വേണ്ടി ഞാൻ വളർത്തതല്ല, അലസതയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് അച്ഛൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യമാണ്. രാവിലെ ക്ലീൻ ഷേവായിട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഒരാൾ ജീവിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടി മാത്രമായി പോകും അല്ലേ? ഒരാൾ രാവിലെ എഴുന്നേൽക്കുക, അപ്പോൾ ഷേവ് ചെയ്യണം, അങ്ങനെ പോകണം. അത് പട്ടാള ചിട്ടയിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ സാധാരണ ജനം ചെയ്യാൻ പോയാൽ എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെ ചെയ്യാൻ പോയാൽ ജീവിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ്. രാവിലെ എഴുന്നേൽക്കുന്നതിനെന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഷേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഷേവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് താടി എന്താണ്, അലസതയുടെ ഒരു പ്രതീകമാണത്. അതെൻ്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അലസന്മാരുടെ ഒരു പരിപാടിയാണത്. ഉഴപ്പന്മാരുടെ ഒരു രീതിയായിട്ടാണ് അന്നൊരു തലമുറ കണ്ടിരുന്നത്, ഉഴപ്പന്മാർ. പിന്നെ ഇപ്പോൾ ഒരു തലമുറ കണ്ടിരുന്നത് ഭയങ്കര ഒരു എതിർപ്പിൻ്റെ. പിന്നെ വളരെ ഇതായിട്ട് മനസ്സിലാക്കേണ്ടേ, വലിയ ചിന്തകന്മാരും സന്യാസിമാരും ഒക്കെ ഈ താടിയൊക്കെ വളർത്തി ഒക്കെ നടക്കുന്നവരല്ലേ കാണുന്നത്. അപ്പോൾ അവരെന്താ വെച്ചാൽ അവർക്ക് ഇത്തരം പ്രവർത്തികൾ സ്വയം മിനുങ്ങുക, സ്വന്തം ശരീരത്തെ അങ്ങനെ ആളുടെ മുമ്പിൽ കാണിക്കുക എന്നതിനൊക്കെ അപ്പുറം അതിനപ്പുറം നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പം ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ മുഖം മിനുക്കുന്നതിനേക്കാൾ ആലോചിക്കുന്നത് എൻ്റെ മനസ്സിനെ മിനുക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിന് പുതിയൊരു കാര്യം ചിന്തിക്കാം. സർ ശരിക്കും നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പം ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണം, ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിരിക്കണം എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും രാവിലത്തെ പ്രഭാതം തുടങ്ങുക. സർ ശരിക്കും സാറ് പറയുന്ന പോലെ ഒരു അലസത എൻ്റെ മനസ്സിനെ എത്ര നന്നായി ഒരുക്കാമോ എന്ന ഉദ്ദേശമാണ് സാർ ദിവസവും രാവിലെ എണീക്കുന്നത്. അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ശരിക്കും എന്താണ് സാറിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? സാറിൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ഇതുണ്ട് സാർ? അതാണ് സാർ കുറച്ച് മുന്നേ പറഞ്ഞ ഊതി കൊടുക്കലാണ്. അതെ, അത്രയേ ഉള്ളൂ. എഴുത്ത് എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ പ്രചോദനം കൊടുക്കലുമാണ്, അവരെ വളർത്തുക, ഉണർത്തുക. എഴുത്തിൻ്റെ ജോലി അതാണ്. എപ്പോഴും ഒരാൾ കേൾക്കുന്ന ആളിനെ എന്താണ്, അവരെ ഒന്ന് തൊട്ടണം, അവരെ ഒന്ന് ടച്ച് ചെയ്യണം, അവരുടെ ഹൃദയത്തിൽ പോയി ടച്ച് ചെയ്യണമെന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് വേണേൽ പാട്ടിലാക്കുക എന്ന് പറയുന്നില്ലേ, ആ വാക്കിൽ തന്നെ അല്ലേ പാട്ടിലാക്കുകയാണ്. പാട്ടിലാക്കാൻ ഞാൻ പാട്ടിലാക്കാൻ അർത്ഥം എന്താ, വശത്തേക്കാക്കുക. അപ്പോൾ പാട്ട് എന്ന വാക്ക് കൊണ്ട് തന്നെ വശത്താക്കാമെന്നുള്ളതാണ് മനസ്സിലാക്കുക. പാട്ടിൽ തന്നെ ഇരിപ്പുണ്ട് പാട്ടിലാക്കാനുള്ള വിദ്യ. ഇതൊക്കെ സാറിനോട് വർത്താനം പറഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ പാട്ടിലുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. സാറിന് ശരിക്കും ഒരു റോൾ മോഡൽ ആയത് അല്ലെങ്കിൽ മനസ്സിൽ ഒരു ഗുരുസ്ഥാനിയായിട്ട് നിർത്തുന്ന ഒരു എഴുത്തുകാരനാണ്. ഓരോ കാലഘട്ടത്തിൽ ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഒറ്റ വായന എന്ന് പറയുമ്പോൾ നമുക്ക് മഹാഭാരതം പോലെ ഇങ്ങോട്ടുള്ള വായനയുണ്ടെന്ന് നോക്കുക. മഹാഭാരതം എന്നല്ല, വേദം പോലുള്ള കാര്യങ്ങൾ പോലും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെ എന്തെന്ന് പറയാൻ പറ്റില്ല. എന്നാലും
അടയാളപ്പെടുത്തപ്പെട്ട ഇപ്പം എഴുത്തിൽ കവിതയിലാണ് എന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ എന്നപ്പുറം എനിക്കൊന്നും പറയാനില്ല. എഴുത്തച്ഛനേക്കാൾ വലിയൊരു കവിയെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പം പക്ഷേ നർമ്മബോധവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ആലോചിക്കുമ്പം കുഞ്ഞൻ നമ്പ്യാർ നമുക്ക് കളയാൻ പറ്റാത്ത കവിയാണ്. അപ്പം പിന്നെ ആ കാലഘട്ടത്തെ അങ്ങനെ പറയാം. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന കാലത്തെ ആശാൻ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. ചങ്ങമ്പുഴ ആയാലും പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചെയ്തുള്ള നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം പോകുന്ന കവികൾ പോലും നമ്മളെ സ്വാധീനിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ ഇന്ന ആളുടെ എല്ലാം വായിക്കുക. എനിക്കൊന്ന് എല്ലാം വായിക്കുമായിരുന്നു ഞാൻ. എനിക്ക് വായനയോടൊരു വലിയ തേസ്റ്റ്, ഒരു വലിയ ദാഹം പോലെ വായന ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചിട്ട് ഉറങ്ങാറുണ്ടെന്ന് ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഇപ്പോൾ വയ്യ. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒരുപാട് ഈ സിനിമയോട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് യാത്രകളൊക്കെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. വായിച്ചാൽ എനിക്കൊരു കുഴപ്പം, വായിച്ച് തീർക്കണം. പുസ്തകം എടുത്താൽ പിന്നെ അത് പിന്നെ വായിച്ച് തീർക്കാതെ അത് വെക്കാറില്ല. ഭക്ഷണം പോലും ഞാൻ പിന്നെ കഴിക്കാറുള്ളൂ. അത് വായിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഹരം. അത് എന്നെ അങ്ങനെ വായിക്കാൻ പ്രേരിപ്പിച്ചില്ലേ പുസ്തകം ഞാൻ അവിടെ താഴെ വെക്കുകയും ചെയ്യും. നമ്മളെ പ്രേരിപ്പിക്കുകയും കൂടെ വേണം വായിക്കാൻ. ഇപ്പൊ സർ എല്ലാ കവിതകളും ഗദ്യ രൂപത്തിലൊക്കെ എഴുതുന്നത്. അത് കവിതയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിനൊരു കാര്യമുണ്ട്. കവിത എന്ന് പറയുന്നത് അതിൻ്റെ അത് പറയുന്ന രീതിയല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഗദ്യം എന്ന് പറയുന്നത്. കവിത അതല്ല. പോയട്രി എന്ന് പറഞ്ഞാൽ പോയറ്റ്സ് സ്പീക്ക് ത്രൂ ഇമേജസ്, നോട്ട് വേർഡ്സ്. അവർ പറയുന്ന വാക്കായിരിക്കും, ബട്ട് അത് ഇമേജസ് ആണ്. പോയറ്റ് എപ്പോഴും സംസാരിക്കുന്നത് ഭാഷ വാക്കല്ല, അതെന്താണ് ത്രൂ ഇമേജസ് ആണ്. അപ്പോൾ ഇമേജസ് ആയിട്ട് വരുന്നത് ഗദ്യമായാലും പദ്യമായാലും അതല്ല കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈണത്തിൽ പറയണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ തന്നെ പറയാവുന്ന ലാംഗ്വേജിൽ പറയാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കവിത തന്നെ ഉണ്ട്, ഒരു മഴ പെയ്തെങ്കിലും എന്നൊരു കവിതയുണ്ട്. ഞാനത് ഈണത്തിൽ പറയും. അല്ലാതെ ഈണം ഇല്ലാതെ അത് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയായി ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. അപ്പോൾ അതിങ്ങനെ ഞാൻ പാടും. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ, ഒരു മഴ പെയ്തെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു മഴ പെയ്തെങ്കിൽ എന്ന് പറയുന്ന പോലും അത് മ്യൂസിക്കൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അത് വേറൊരു അപ്ലൈഡ് ആർട്ടാണ്. പക്ഷെ എഴുത്തിൽ ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകും ആ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ. പണ്ട് ഒരു വേനലിൽ നീയാം സമുദ്രത്തിലെത്തുമ്പോൾ നിൻ്റെ മിഴിയിലെ ഇരുണ്ട വരൾച്ചയിലേക്ക് എൻ്റെ കണ്ണീല ജലജ്വാല പടരുമ്പോൾ. എന്താ കുഴപ്പം? ഗദ്യമല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നതല്ല. അങ്ങനെ നിയമം ആര്, കവിക്ക് മേളിലാരും നിയമം വെക്കുന്നത്? ഇതുവരെ ആര് വന്നിട്ടും എനിക്ക് ആ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് പോലെ കിട്ടിയിട്ടില്ല. സർ ആനീസ് കിച്ചണിൽ ഒരു 4 വരി. ആനീസ് കിച്ചൺ, ഓക്കെ, തീർച്ചയായിട്ടും പറയാം. എന്തായാലും ആനിയുടെ അടുക്കള എന്നാണ് നമുക്ക് മലയാളം പറയുന്നത്. അടുക്കള എന്ന വാക്ക് നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വാക്കാണ് നവോത്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാലത്ത് VT പട്ടത്തിൽ. അടുക്കള അല്ല, അതല്ല, ഇത് അങ്ങനെയല്ല പറയണ്ടേ. അടുക്കള തന്നെ അരങ്ങാകുന്ന പരിപാടിയായത്. എന്താണ്? അടുക്കള തന്നെയാണ് അരങ്ങ്. അതെ, ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ കിച്ചൺ തന്നെയാണ് എന്ത്, നമ്മുടെ അരങ്ങും, നമ്മുടെ രംഗം, നമ്മുടെ പ്രോഗ്രാമിന്റെ രംഗം, വേദിയും രംഗവും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അടുക്കള തന്നെ അരങ്ങാകുന്ന പരിപാടിയാണ് ആനീസ് കിച്ചൺ. ഇതാണ് പറയാനുള്ള നല്ല വാക്ക്. അടുക്കള തന്നെ അരങ്ങായി തീരുകയാണ്. അതാണ്, അത് വലിയ കാര്യമല്ലേ. അരങ്ങ് എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്. എന്താണ് അരങ്ങ് എന്ന് പറഞ്ഞാൽ ഈ കവി അരങ്ങെന്ന് കേട്ടിട്ടില്ലേ? കവികൾക്ക് എല്ലാം കൂടെ വന്നിരുന്നത് പാടുന്നതിന് അരങ്ങെന്ന് പറയില്ലേ? അപ്പോൾ ഒരു വലിയ വിരുന്ന് കൊടുക്കുന്ന അരങ്ങാണ് എന്ന് വേണേൽ പറയുന്നത്. അപ്പോൾ ഇത് 2 വാക്കുകളായി. എന്തൊക്കെ പറഞ്ഞു ഞാൻ? ഒന്നെന്താണ് അടുക്കള തന്നെ അരങ്ങാകുന്നു. ഓക്കെ, പിന്നെന്താ പറഞ്ഞ? വിരുന്ന്. അതെ, വിരുന്ന് കൊടുക്കുന്ന അരങ്ങ്. സർ, ഇപ്പൊ കവിതകൾ എഴുതുമ്പോൾ കവിതയിലാണ് കൂടുതൽ പ്രണയം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറയും. സാറിന്റെ ലൈഫിലെ സർ പ്രണയിച്ചാണോ കല്യാണം കഴിച്ചത്? പ്രണയം ഉണ്ടായിരുന്നു? അത് തീർച്ചയായിട്ടും പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. വേണമെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കി കല്യാണം കഴിച്ചാലേ ഒരു കല്യാണം ആവുള്ളൂ എന്നാണ് സത്യം. സംശയമൊന്നുമില്ല. അതെങ്ങനെയാ ചേച്ചിയെ കണ്ടുപിടിച്ചേ? തിരുവനന്തപുരത്താണ് പരിചയം. ഞാനിവിടെ ലോ കോളേജിലാണ് പഠിച്ചത്. ഞാൻ അഡ്വക്കേറ്റാണ് ബൈ പ്രൊഫഷൻ. അതാർക്കും പൊതുവെ അറിഞ്ഞായിരുന്ന കേസൊക്കെ കൊണ്ടു തരുമോ? അല്ലല്ല, തീർച്ചയായിട്ടും കേസ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് LLB. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് പ്രൊഫഷനായിട്ട് അത് എടുക്കുന്നുണ്ട്. ഞാൻ വക്കീൽ തന്നെയാണ്.
പിന്നെ എപ്പോഴും ഞാൻ കോടതിയിലൊന്നും കയറുന്നില്ലെന്നുള്ളേ ഉള്ളൂ. എന്നുവെച്ചാൽ സ്ഥിരമായി അത് അങ്ങനെ നിൽക്കണമല്ലോ. അയ്യോ, എന്നാ ഇപ്പൊ എന്റെ മലയാളി പ്രേക്ഷകർക്കെല്ലാം ഇപ്പൊ അതൊരു പുതിയ അറിവാ. ഞാൻ അഡ്വക്കേറ്റാണ്. 10-16 കൊല്ലമായി എൻറോൾ ചെയ്തിട്ട്. അങ്ങനെ ഒരു പക്ഷെ അതിനേക്കാട്ടിലും ഉപരി സാറിന്റെ വാക്കുകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കവിത കോടതി ചെന്ന് കവിത ചൊല്ലിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സാർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചേച്ചിനെ എപ്പോഴാണ് കണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ വെച്ചാണ് കണ്ടത്. ഞാൻ LLB പഠിക്കാൻ വന്ന സമയത്ത്. ചേച്ചി അഡ്വക്കേറ്റാ? അല്ലല്ല, അയാൾ ഇവിടെ സൈക്കോളജി പഠിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ട്. അപ്പൊ സാറിനെ കണ്ടപ്പോ ചേച്ചിക്ക് സൈക്കോളജി കാര്യം മനസ്സിലായി. അയാൾ അസുഖമുള്ള ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്റെ സേവനം ആവശ്യമുള്ള ഒരു ആത്മാവാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണ്. എന്തായാലും എന്തോ കാര്യമുണ്ടല്ലോ. മക്കൾ രണ്ടുപേരും. മോള് +2 ഇപ്പം, ഇനി +2 ആണ്. മകൻ അരുൾ, അവന് ഇപ്പം 5ാം സ്റ്റാൻഡേർഡ്. സർ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാർ ഇപ്പം വിപ്ലവത്തിന്റെ ഒരു പാട്ട് എഴുതി, കുഞ്ഞുങ്ങൾക്കുള്ള പാട്ട് എഴുതി, പിന്നെ യൂത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് എഴുതി. ശരിക്കും യൂത്തിന് വേണ്ടിയിട്ട് സാർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഒന്നിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ യൂത്തിന് ഇങ്ങനത്തെ പാട്ടാണ് വേണ്ടതെന്നുള്ളത് സാറിന് എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ പറയുന്ന സംസാര വാക്കുകൾ പോലും വളരെ വ്യത്യസ്തമായ വാക്കുകൾ, പുതിയ വാക്കുകളൊക്കെ, പുതിയ കുട്ടികൾ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഡിക്ഷണറി. ഇവർക്ക് തന്നെ ഡിക്ഷണറി ഉണ്ട് ഇപ്പോൾ പുതിയ പിള്ളേർ. അപ്പോൾ അത് ഞാൻ അവരുടെ വാക്കുകൾ ഇങ്ങോട്ട് കടമെടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ നിന്ന് ഓരോ കാലത്തും അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവും. ശരിക്കും സാറിന്റെ ആ ഒരു പാട്ട് വേൾഡ് വൈഡ് ശരിക്കും ഫേമസ് ആയി. എനിക്കത് അത്ഭുതമുള്ള കാര്യം. എൻ്റെ പാട്ടിനോട് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടിട്ട് നോക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആളൊക്കെ അത് ഇഷ്ടപ്പെട്ടു. ലോകത്തെല്ലാമ്പാടും ഇഷ്ടപ്പെട്ടു. എനിക്കതൊരു സന്തോഷം എന്താ അറിയാം. ഇവിടെ വേറെ പല പാട്ടുകൾ, ഓപ്പൺ ഗണ്ണം സ്റ്റൈൽ എന്നൊക്കെ ഒരു പാട്ടുണ്ട്, എല്ലാവരും പാടുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ചേട്ടാ ഈ ലോകത്ത് നമുക്കറിയില്ലാത്ത ഒരാൾ ഏതോ ഒരു രാജ്യത്തിരുന്ന് എഴുതിയ വരിയാണല്ലോ നമ്മളാ കുട്ടികൾ പാടുന്നത്. എൻ്റെ ഒരു വരി ഇങ്ങനെ കുട്ടികൾ പാടുന്ന ഒരു ദിവസം ഉണ്ടാകുമോ ദൈവമേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ആയി. കാരണം ഈ ജിമിക്കി കമൽ പല സ്ഥലത്തുള്ള ആൾക്കാരും കുട്ടികൾ വേൾഡ് വൈഡ് കുട്ടികൾ പാടുന്നുണ്ട്. അപ്പം നമുക്കത് സന്തോഷമുള്ള ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഫോറിൻ കുട്ടികൾ പോലും നമ്മുടെ ഈ വരികൾക്ക് ചുവട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ശരിക്കും സാറിന് അഭിമാനമല്ലേ സാർ? തീർച്ചയായിട്ടും അത് അന്ന് ആഗ്രഹിച്ചത് ആഗ്രഹമായിരുന്നു. അത് ഇങ്ങനെ എല്ലാവരും മറ്റു രാജ്യക്കാർ, നമ്മുടെ നാട്ടിലുള്ളവരല്ലല്ലോ, എല്ലാം മറ്റു രാജ്യക്കാരും നമ്മുടെ പാട്ട് കേട്ടിട്ട് തുള്ളി കണ്ടാൽ എന്താണ് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ തമിഴ്നാട് തൊട്ടടുത്ത നാട്ടുകാരാണ്, അവർക്കിപ്പോൾ എന്നെ അറിയാം. കാരണം വെച്ചാൽ ഈ ജിമിക്കി കമൽ അതറിയാത്ത ആൾക്കാരില്ല. ശരിക്കും ഈ പാട്ട് എഴുതുമ്പോഴത്തേക്ക് സാറിന്റെ മനസ്സിൽ തന്നെ ട്യൂൺ വരുന്നുണ്ടോ? അല്ലല്ല, അത് ശരിക്കും ട്യൂണിട്ട് എഴുതിയ പാട്ടാണല്ലോ. ഷാൻ റഹ്മാൻ ട്യൂൺ ഉണ്ടാക്കിയിരുന്നു, ഞങ്ങൾ അതിൽ ആ ട്യൂണിൽ എഴുതിയ പാട്ടാണ് അത്. അത് സാറിനെ കൊണ്ട് പാടിപ്പിച്ച? അത് എന്നെ കൊണ്ടല്ല പാടിച്ചത്, അത് പാടിയേക്കുന്നത് വിനീത് ശ്രീനിവാസൻ. അല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സാറിനെ ഞാൻ പാടിച്ചല്ല, ഞാനിപ്പം പാടിയല്ല. ഞാൻ വേണം 4 വരി പാടാതെ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മെട ജിമിക്ക് കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ടുപോയി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ, ഇവിടൊരു ചാകരയും വേലകളി മുത്തു വന്നപ്പോൾ ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യം ഓർത്തു പോകവേ. എന്തോ കണ്ടെന്നറിയാം ഈ തോർത്ത് കീറി എന്നൊക്കെ പറഞ്ഞാൽ അവർ മറ്റു രാജ്യക്കാർ ചാടുന്നത് എനിക്കൊരു പിടിയില്ല. അതെ, തോർത്ത് തന്നെ ഉണ്ടോ അവർക്കെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും തോർത്ത് കണ്ടിട്ടില്ലാത്തവർ പോലും അത് തോർത്ത് പാടുന്നുണ്ട്. സത്യല്ലേ, അന്യ നാട്ടിലെ കുട്ടികൾ തോർത്ത് എന്തെന്ന് പോലും അറിയാൻ മേല. തോർത്ത് നമ്മുടെ നാട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. മറ്റേ ടവൽസ് ആണ്. മറ്റേ വടക്കേന്ത്യ പോലും ആരും തോർത്തില്ല. നമ്മുടെ ഈരേഴം തോർത്തില്ല, ഇവിടെ നമ്മൾ അതെ. പക്ഷെ അതിൽ നമുക്കൊരു അഭിമാനമല്ലേ സർ? നമ്മുടെ വരികൾ തോർത്തിന് പോലും ഒരു അഭിമാനമുണ്ട് സത്യം പറഞ്ഞാൽ. ഈ പാട്ട് കേട്ടിട്ട് തോർത്ത് പോലും അഭിമാനത്തോടെ പാട്ട് എഴുതിയത് പറയുന്നത്. അതാ സർ, ഇനി എഴുതുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതാ സർ കവിതയാണോ ഇപ്പം? ഞാൻ കവിത ഇപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. ഇപ്പം DC ബുക്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. എൻ്റെ കവിതകളുടെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. പിന്നെ ചോര വീണ മണ്ണ് മുതൽ ജിമിക്കി കമ്മൽ വരെ എന്നൊരു പുസ്തകം, എൻ്റെ 120 സിനിമയിലെ പാട്ടുകളെല്ലാം കൂടെ ഒരു കളക്ഷനായിട്ട് അത് ഇറങ്ങുന്നത്, പുസ്തകമായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് പുസ്തകങ്ങളുടെ ഒരു കാലം, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വായനക്കാരുടെ ഒരു ലോകമുണ്ട് ഇവിടെ. പിന്നെ വായിക്കാതില്ല, എല്ലാവരും വായിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് ഈ വായന എന്നുള്ള ലെവലിൽ മാറി എന്നുള്ളേ ഉള്ളൂ. എന്നാലും വായനക്കാരുണ്ട് ഇപ്പോഴും, വലിയ ഒരു ആളുകൾ വായനക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എഴുതുന്നുണ്ട്. സംശയം ചോദിക്കുക, ഇപ്പം നമ്മൾ സാർ ഒരുപാട് ബുക്കുകൾ വായിക്കുന്നുണ്ട്, ഒരുപാട് വാക്കുകൾ നമുക്ക് അതിൽ നിന്നും കിട്ടും. പക്ഷെ ഒരു കവിത ഉണ്ടാവുന്നത് ശരിക്കും സാർ എങ്ങനെയാണ്? അതായത് ആ ഒരു നമുക്കൊരു എന്താ പറയുക, ഒരു ജനനം, ഒരു കവിതയുടെ ജനനം ഉണ്ടാവുന്നത്? ഞാൻ ഈ ചോദ്യം ഇങ്ങനെ അത് ചോദിച്ചാൽ അത് മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ അത് പശുവിന് ആട്ടുംപാൽ ഉണ്ടാകാത്ത പോലെയാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ പശുവിൻ്റെ പാലുണ്ടാകുന്ന പോലെ വളരെ ജെനുവിനായ ഒരു കവിയിൽ നിന്ന് കവിത ഉണ്ടാവുന്നു.
എന്ന് വെച്ചാൽ ഒരു പറങ്കുമാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്ന പോലെ, മുല്ലയിൽ നിന്ന് മുല്ലപ്പൂ ഉണ്ടാകുന്ന പോലെ വളരെ ജെനുവിനായി കവിയിൽ നിന്ന് കവിത ഉണ്ടാവുന്നു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല അതിന് പ്രത്യേകം ഒന്നും നമ്മളിപ്പോ ഏകാന്തമായി ഇരിക്കണം അങ്ങനെ ഒന്നുമില്ല, അതൊന്നും വിചാരിക്കണം, അതൊന്നും ആവശ്യമില്ല. ഒന്നും വേണ്ട. അതൊക്കെ ആളുകൾ അത് ഓരോരുത്തരുടെ തോന്നലും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഞാൻ ഏകാന്തമായിരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി. അങ്ങനെയാണ്. ഞാനൊരു ദിവസം ഏകാന്തമായിരിക്കാനായിട്ട് ഒരിടത്ത് പോയിരുന്നു നോക്കി. അപ്പോൾ ഞാൻ ഉറുമ്പിനെ കണ്ടു. അപ്പോൾ ഞാൻ ഏകാന്തനല്ല, ഉറുമ്പുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി പാറ്റ പോണു, അപ്പോൾ പാറ്റ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഏകാന്തനാകുന്നത്, ഒരാൾ ആത്മീയമായി ഏകാന്തനാകുക എങ്കിൽ അവൻ ആത്മീയ വലിയവനാകുക എന്നുള്ളതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്ത് എന്ന് വിചാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയത്, ലോകം മുഴുവൻ ഞാനാണെന്ന് തോന്നുന്ന ഒരവസ്ഥ എത്തുന്ന ഒരാളാണ് ഏകാന്തൻ. ഏകാന്തം എന്ന് വെച്ചാൽ ശരിക്കും ഈശ്വരനാണ് ഏകാന്തൻ. ഏക ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നും ഏകാന്തത ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ ഒരു ചെറിയ ജീവിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കാണും നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നത്. അപ്പം ഏകാന്തത എന്ന് ആലോചിക്കുക വേണ്ട. ഏകാന്തതയല്ല, ഒരു പക്ഷേ പ്രചോദനം ഉണ്ടാക്കാൻ പക്ഷേ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വരാൻ പറ്റും. ഒരു കാക്ക ഒരു വഴി പറന്നുപോയി, അപ്പോൾ ഒരു പനമ്പഴം വീണു എന്നൊക്കെ പറഞ്ഞ പോലെ കാക്ക അറിഞ്ഞിട്ടുണ്ടാവില്ല പനമ്പഴം വീണത്. ഇതാണ് കവിതയുടെ ഒരു പ്രത്യേകത. കവിത ഉണ്ടാകുന്നത് എന്താണ്, ആദ്യത്തെ കവിത ഉണ്ടായത് ഒരു കവി നമ്മുടെ വാൽമീകിയാണല്ലോ. അദ്ദേഹത്തിന് അതിന് പ്രചോദനം ഉണ്ടായത് ക്രൗഞ്ച മിഥുനങ്ങളിലൊന്നിനെ അമ്പെയ്യുന്ന വേടനെ കണ്ടപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അയാളെ ശപിച്ചുകൊണ്ട് അരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ് കവിത ഉണ്ടായത് തന്നെ. അപ്പോൾ കാരുണ്യമാണ് കവിതയുടെ അടിസ്ഥാന ഘടകം. കാരുണ്യം, മനുഷ്യൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകത കാരുണ്യത്തിലാണ്. നമ്മുടെ കണ്ണ് നിറയുന്നത് എപ്പോഴാണ്? ഒരു ഏത് കലാരൂപം കണ്ടാലും നമുക്ക് കണ്ണ് നിറയണമെങ്കിൽ ചിരിച്ചിട്ട് കണ്ണ് നിറയത്തില്ല. കണ്ണ് നമ്മളെ നിറയ്ക്കുന്നത് ഒരാളുടെ ഒരു ദൈന്യതയോട് കാണിക്കുന്ന അനുകമ്പയിൽ നിന്നാണ് കണ്ണീരുണ്ടാവുന്നത്. ഒരു ഉദാഹരണം പറയാം. ആകാശദൂത സിനിമയിൽ എപ്പോഴാണ് കണ്ണ് നിറഞ്ഞപ്പോഴായിരുന്നു? ആ കുട്ടിയെ ആരും എടുക്കാതിരിക്കുകയും അവസാനം അവനെ ആരൊരാൾ വന്ന് എടുക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് നിറയും. അതാണ് ഏറ്റവും, ഒരു പട്ടിണി കിടക്കുന്ന ആളിനെ കാണുമ്പോഴല്ല കണ്ണ് നിറയുന്നത്, ആ പട്ടിണിയെ മനസ്സിലാക്കി ഒരാളെന്ത് ചെയ്യുന്നു, അയാളെ സഹായിക്കുന്ന വാക്ക് പറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ഒരാളെ തിരിച്ചറിയുന്നു. ഇപ്പം കഥ പറയുമ്പോൾ സിനിമയിലും മമ്മൂക്കയുടെ കഥാപാത്രം ശ്രീനിവാസനെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുന്നത് ഇപ്പം നമ്മുടെ കണ്ണ് നിറയുന്നു. അപ്പോൾ എവിടെയാണ് കണ്ണ് നിറയുന്നതിൻ്റെ കാരണം? വിചാര വിമലീകരണം ഉണ്ടാകുമ്പോഴാണ് കണ്ണ് നിറയുന്നത്. നമ്മുടെ വിചാരങ്ങളെ വിമലീകരിക്കാൻ പറ്റുമ്പോഴാണ്. അതാണ് കല എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അതിനു വേണ്ടിയാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടോ? എഴുതണം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും സർ ഇതേപോലെ? അല്ല, അത് ഞാൻ കവിതയായിട്ട് ബന്ധപ്പെട്ടല്ല. സ്ക്രിപ്റ്റ് ഒരു ജീവിതമാണ്, കാണുന്ന ജീവിതമാണ്. അപ്പോൾ നമുക്ക് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം ഈ കവിത ഒരു മാധ്യമമാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാതെ പറയാൻ ചില കാര്യങ്ങളുണ്ട്. കവിതയിലൂടെ മാത്രം പറയേണ്ടതല്ലാത്ത, അല്ല കവിതയിൽ പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറയാൻ നമുക്ക് വേറൊരു ശരിക്കും സാറിന് എന്ത് മെസ്സേജാണ് നമ്മുടെ സൊസൈറ്റിക്ക് എത്തിക്കാൻ സാറിന് ആഗ്രഹം? നന്നാവണേ നന്നാവുക, അത്ര തന്നെ. വഴിയുണ്ട്, നിങ്ങളുടെ ഇഷ്ടം. നന്നാവണേ നന്നാവുക, ഒരു വഴി ഇവിടെ ഉണ്ട്. നന്നാവാനുള്ള വഴിയെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്, നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവം നമ്മളെങ്ങനെ എന്താണ് ഇന്നതിൽ കൂടി പോകൂ എല്ലാം തന്നിട്ടുണ്ട്. അത് നോക്കി നമ്മൾ നടത്തി പോവാന്നുള്ളത്, തെറ്റും ശരി മനസ്സിലാക്കി നല്ല വഴി പോവാന്നുള്ളതാണ്. ഓക്കെ, സാറ് വന്ന് കുറെ നേരമായി, പക്ഷെ വർത്താനം കേട്ട് ഭക്ഷണം കൊടുത്തിട്ടില്ല. ക്ഷമിക്കണം സർ. എന്താ പറയാ, നല്ല വലിയ വർത്താനം കേൾക്കുമ്പോഴേ, വലിയ വർത്തമാനം അല്ല ഇതെല്ലാം, കൊച്ചു വർത്തമാനം. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങള് കുറെ വീട്ടമ്മമാരെ സംബന്ധിച്ച്, ഈ വീട്ടമ്മമാർ രണ്ടു വട്ടം പറയുമ്പോഴേ ഇത് സ്വയം നെഗറ്റീവ് ആകുന്നുണ്ടോ? നെഗറ്റീവ് ആവുന്നതല്ല, വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ അവരാണ് എന്താണ് അവരുടെ കയ്യാണ് ലോകം. കാരണം ഒരു വീട് കൃത്യമായി നയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു യജ്ഞം പോലെയാണ്, വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ആഹാരം മാത്രമല്ല, നല്ല ചൊല്ലും കൂടെ. ആഹാരം അത് ഒരു അമ്മ കൊടുക്കേണ്ടത് നല്ല ചൊല്ലും കൂടെ കൊടുക്കണം. ചോറ് മാത്രമല്ല, നല്ല ചോറും കൊടുക്കണം. ചോറിനോട് നല്ല മനോഹരമായ വാക്കുകൾ കൊടുക്കണം. നീ എന്ത് ചെയ്ത് സ്ത്രീകളെ വലുതാകുമ്പോൾ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. പെൺകുട്ടികളോട് പറയുക, നീ പുരുഷന്മാരെയും വലുതാകുമ്പോൾ പീഡിപ്പിക്കരുത് എന്ന് പറയുക. അതെന്തിനും തിരിച്ചും മറിച്ചും പറ്റുമേ. മനസ്സിലായില്ലേ? അപ്പം നല്ല ചൊല്ലും നല്ല വാക്കും നല്ല ഭക്ഷണവും കൊടുക്കാൻ കഴിഞ്ഞാൽ മക്കൾ ഈ ലോകത്തെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു വീട്ടിൽ നിന്നാണ്, യാതൊരു സംശയമില്ല. ഏറ്റവും വലിയ ഭരണം ഗ്രഹഭരണം തന്നെയാണ്, യാതൊരു സംശയമില്ലാത്തതാണ്. കണ്ണും കാതും എല്ലാം ഉണർന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാനാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായി പറഞ്ഞ ഒരു സദസ്സില ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കണം. ശമ്പളമോ കൊടുക്കുന്നില്ല, എന്നാൽ പെൻഷനെങ്കിലും കൊടുക്കണം. തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു. ഞാനാണ് മിനിസ്റ്റർ എങ്കിലും ചെയ്യും. അപ്പൊ ഈശ്വരന്റെ നല്ല സൃഷ്ടിയാണ് സ്ത്രീ. ഈശ്വരൻ തന്നെ സ്ത്രീയാണ്.
അതറിഞ്ഞൂടെ? ഇല്ല, ആരും പേരിട്ട് വിളിച്ചാണ് ഇപ്പൊ പുരുഷനെന്ന്. അതെനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഈ ലോകത്ത് ആദ്യം ഈ ഞങ്ങളുടെ ഹിന്ദു രീതിയിൽ വെച്ചിട്ട് പറഞ്ഞാൽ പല കഥകളുണ്ട്. അതിലൊരു കഥയില ഈ 3 പേരെയും പ്രസവിച്ചത് അമ്മയാണ്, പരാശക്തി എന്ന ശക്തിയാണെന്നാണ് പറയുന്നത്. ആ ശക്തി ജനിച്ച് കഴിഞ്ഞിട്ട് ഈ ശിവനാണ് ഇവരെ കൊന്നു കളഞ്ഞു, മീൻസ് അമ്മയെ, സ്വന്തം അമ്മേനെ എരിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് പുള്ളിയുടെ ജോലി അതായിരിക്കുന്ന ജോലിയാണ്, സംഹാരം. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ദേവിയാണ്, ഓൾമൈറ്റി എന്ന് പറയുന്നത് ഒരു എന്താണ് ഫീമെയിലാണ് എന്ന സങ്കല്പമുണ്ട് നമുക്ക്. നമ്മുടെ ശക്തി എന്ന ശക്തി സേവ തന്നെ ഉണ്ട് നമുക്ക്. അവിടെയാണ് പറയുന്നത് എത്ര നാര്യസ്ത്വ പൂജ്യം തത്ര പ്രസാദോ ദേവതക. എവിടെയാണോ നാരിയെ പൂജിക്കുന്നത് അവിടെയാണ് ദേവതകൾ പ്രസാദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിസ്സാര കാര്യമല്ല അത്. അപ്പോൾ അമ്മമാർ വലിയ പൂജിച്ചിരുന്ന നാടാണിത്. പിന്നെ അമ്മമാർ പൂജിക്കേണ്ട സ്ഥലത്ത് ഇരിക്കണം, പോയി വേറെ എവിടെയെങ്കിലും പോയി ഇരിക്കരുത്. അല്ല, അമ്മമാർ അവിടെ ഇരുന്നാലേ ആ സ്നേഹം അത് കിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ കൊടുക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അമ്മ ഒരിക്കലും അച്ഛനാവരുത്. അമ്മ തന്നെ ആയിരിക്കണം. എന്താണ് അമ്മ സ്നേഹത്തിൻ്റെ കോടതിയാണ്. അമ്മ കോടതി തന്നെ, പക്ഷേ സ്നേഹത്തിൻ്റെയാണ് കോടതി. സ്ത്രീക്ക് ഒരേ ഒരു ദൗർബല്യമുള്ളൂ, ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. രണ്ടും ഒന്നാണ്. ദൗർബല്യം ഒന്നാണ്, ശക്തി ഒന്നാണ്, അത് സ്നേഹമാണ്. അടിസ്ഥാനമായ അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങളുടെ ദൗർബല്യം അതാണ്, നിങ്ങളുടെ ശക്തിയും അതാണ്. അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഒരാളെ ദുർബലമാക്കുന്ന സ്നേഹം സെയിം സമയം മഹാശക്തിയാക്കുകയും ചെയ്യും. നല്ലതിന് വേണ്ടിയാവട്ടെ, നല്ലതിനാണ്, എല്ലാ കാലത്തും നല്ലതിന് വേണ്ടിയാണ്. അമ്മമാരിൽ നിന്നാണ് ഈ ലോകത്തിൻ്റെ നന്മ തുടങ്ങുന്നത്. ഒരമ്മ പഴിച്ചാൽ ഒരു 80 കൊല്ലം പഴിച്ചെന്നാണ് പിന്നത്തെ. കാരണം ഒരമ്മ പഴിച്ചാൽ മക്കളെന്ന് പറയുന്നവരും പഴിക്കുമല്ലോ. അപ്പോൾ ഒരു 80 കൊല്ലം 100 കൊല്ലം ഇവിടെ ജീവിച്ചിരിക്കുന്ന 2 തലമുറ പഴിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഒരു കുടുംബം, അടുക്കള എന്ന് പറയുന്നത് നല്ല ചൊല്ലിൻ്റെയും നല്ല വാക്കിൻ്റെയും നല്ല ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യം. സാറ് പറഞ്ഞ ഈ 3 വാക്കും ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പരിപാടിയിൽ തന്നെ ഉണ്ട്, നല്ല വാക്കുകളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. കാണികൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളേ ഉള്ളൂ. സത്യം. എന്നാലും അവർക്ക് വീട്ടിൽ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഞാൻ മാക്സിമം കൊടുക്കാറുണ്ട്. സാറിന് ഞാൻ ഒന്ന് വിളമ്പിക്കോട്ടെ. ഞാൻ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഒരിക്കലും ഞാൻ കഞ്ഞി കുടിക്കുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പണ്ടുണ്ടാക്കിയ ഒരു ചമ്മന്തിയെക്കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞു തിരികെ ഞാൻ കഞ്ഞി കുടിച്ചു കഴിയുകയും ചെയ്തു, വിത്തൗട്ട് ചമ്മന്തി. ആ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ നാവിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഫുഡിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. ഫുഡ് മോശം കാര്യമല്ല, ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു മോശം കാര്യമല്ല. അത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ അധ്വാനം മോശമാണെന്ന് കരുതിയ ഒരു തലമുറയാണ് നമ്മുടെ ആളുകൾ. എന്താണ് പിന്നെ നാളെ മകനെ എന്താക്കണം എന്ന് ചോദിച്ചാൽ അവനെ ഒരു കൃഷിക്കാരനാക്കണമെന്ന് ഒരച്ഛനും അമ്മയും പറയാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ കഴിക്കാനൊന്നും ഇല്ലാതെ വരുമ്പം കൃഷിക്കാരന് പെണ്ണ് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്ന കാലവും ഈ ചിലപ്പം ഇന്ത്യയിൽ വരും. യാതൊരു സംശയമില്ല. അത് സാറ് പറയുന്നത് വളരെ ശരിയാണ്. യാതൊരു സംശയമില്ല. അപ്പം മണ്ണിൽ തൊട്ടാൽ അത് ഇച്ചിച്ചിയാണ്, മോശമാണ്. അതൊരു മോശപ്പെട്ട പണിയാണ്. അതങ്ങ് മുദ്ര. കടലിൽ മീൻ പോകുന്ന മോശപ്പെട്ട പണിയാണോ? അല്ല. അതിലെങ്ങനെയാണ് മീൻ കഴിക്കും? ഇത് എന്ത് ജോലിയും ചെയ്യുന്നവർ മോശപ്പെട്ടവരാവരുത്. ജോലി ചെയ്യുന്നവർ വലിയവരായിരിക്കണം. തീർച്ചയായിട്ടും. ഇത് തിന്നുന്നവൻ മാത്രം, ദേഹത്തൊന്നും പറ്റാതെ പൗഡർ ഇട്ടുകൊണ്ടിരുന്ന് തിന്നുന്നവൻ മാത്രം എടുക്കാനാവുന്ന ഒരു രാജ്യമാവരുത്. മണ്ണിൽ പണിയാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ചാണകവും കോഴിക്കാട്ടും ഒക്കെ വാരി ചെടിക്കിടാനും കൂടെ പഠിപ്പിക്കണം. ഇതൊന്നും മോശമല്ല. ഇതൊക്കെ നമ്മുടെ കുന്നുകളെ ഇത് വന്ന് പിടിച്ച് തിന്നുകളെന്നൊക്കെ നമ്മൾ വിചാരിക്കണത് മാറ്റിയിട്ട് ഭക്ഷണത്തെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ മണ്ണിനെ സ്നേഹിക്കണം. മണ്ണിൽ നിന്നാണ് മണ്ണിൻ്റെ ഉർവരതയിൽ നിന്നാണ് നമുക്ക് ഓരോ സ്വപ്നം പോലെ, മണ്ണിൻ്റെ സ്വപ്നം പോലെ പൂത്ത് വരുന്നതാണ് അരിയും ഗോതമ്പും ഒക്കെ. ആര് കുട്ടികൾക്കൊല്ലം മനസ്സിലാവേണ്ടത്. ഇത് കടയിൽ നിന്ന് വരുന്നൊരു സാധനമായിട്ടല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. സാറ് പറഞ്ഞത് വളരെ 100% ശരി. എന്നെ പോലത്തെ കുറെ അമ്മമാർക്ക് ഈ വാക്കുകൾ മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും പോലും പകർന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കറിക്കൂട്ട് പെട്ടി മുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെ ഉണ്ട്? ഒരു ഗ്രഹവൈദ്യം മുതൽ അടുക്കളയിൽ നിന്ന് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇതല്ല സത്യം സർ. കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോയി. സാറിന്റെ നാട് ആലപ്പുഴ, എൻ്റെ നാട് കായംകുളം. കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ വലിയ വലിയ മനുഷ്യരുണ്ടായിരുന്ന നാട്. അല്ല, കായംകുളം കൊച്ചുണ്ണി നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. അതെ. അപ്പൊ അവിടുത്തെ മനുഷ്യന് മാത്രമല്ല, കായംകുളം വളരെ പ്രസിദ്ധമായ കലാകാരന്മാരുടെ നാടാണ്. കാരണം KPSC പോലുള്ള ഒത്തിരി കലാകാരന്മാരുണ്ട്. അത് അവിടുന്നാണ് ഈ കലാകാരനും ഞങ്ങൾക്ക് കിട്ടിയത്. അതെ, ഞാനും ആ നാട്ടിൽ നിന്ന് വന്ന് ഭാഗ്യം ഉണ്ടായ ഒരാളാണ്. അവിടുത്തെ നാട്ടിൽ ജനിച്ചു വളരാനായിട്ട് ഭാഗ്യം ഉണ്ടായ ആളാണ്. ഞങ്ങളുടെ നാട് ഓണാട്ടുകര എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഞങ്ങളുടെ നാടിൻ്റെതായ ഭക്ഷണമുണ്ട്, ഞങ്ങളുടെ നാടിൻ്റെതായ ഉത്സവങ്ങളും ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഞങ്ങളുടെ ചെട്ടികുളങ്ങര എന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഈ കൊഞ്ച് ഇല്ലേ, കൊഞ്ച്, മുരിങ്ങയ്ക്ക, മാങ്ങ ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കും. അത് റിച്വലിസ്റ്റിക് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ആ ഒരു
കാലത്ത് എന്നുവെച്ചാൽ എല്ലാവരും അമ്പല ഉത്സവ സമയത്തൊന്നും ഈ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ നോൺ വെജ് കഴിക്കും ആ ചെട്ടികുളങ്ങര ക്ഷേത്ര ഉത്സവ സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള രുചിയുള്ള നാട്ടിൽ നിന്നാണ് സാർ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ എന്റെ കറി എന്തോരം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കറി എന്താണ്? ഇത് ചിക്കൻ റോസ്റ്റ് സാർ ചെയ്തത്. ചിക്കൻ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ അത് ചെയ്തിരിക്കുന്നത്? ചിക്കനോ? ചിക്കൻ അറിയാതെ ചെയ്ത ഉള്ള നേര് പറയാ. ചിക്കനോട് ചോദിച്ചല്ലോ ഞാൻ ഇത് ഉണ്ടാക്കി. ചിക്കൻ അറിയാതെ ചെയ്യണം. അതെ, ചിക്കൻ അറിയാതെയാ ചെയ്തത്. ഞാൻ വേണം പറ്റേ സാർ. ഞാൻ ഇന്നേവരെ കോഴിയെ വഴക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ കോഴിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഞാൻ കോഴിയെ വഴക്ക് പറയാ. കോഴിയെ ഇത് ഉണ്ടാക്കിയവരല്ല വഴക്ക് പറയുള്ളൂ. കോഴിയെ വഴക്ക് പറയുന്നില്ല. അയ്യോ എന്റെ അമ്മ, അപ്പൊ ഞാൻ ഇച്ചിരി നീങ്ങിയിരിക്കാം. ഇനി ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും. ഈ ഭക്ഷണം എന്ന് പറയണത് ആസ്വദിച്ച് രുചിച്ച് അത് ചെയ്ത ആളുകളെ ഒരു നന്ദിയോടുകൂടി കഴിക്കണമെന്നാണ്. അതെ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈശ്വരാ, തീർച്ചയായും എല്ലാവരും കാണുന്നവർക്കെല്ലാം നന്ദി പറയുന്നു. എൻ്റെ മുഖഭാവം കണ്ട് നിങ്ങൾ കൊതിയിടരുത്. അല്ല സാറ് കഴിച്ചിട്ടാണ് എനിക്ക് അഭിപ്രായം അറിയാൻ. ടേസ്റ്റ് ചെയ്യാം. ഒന്ന് നമ്മുടെ മസാലകളുടെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്നറിയാം, വളരെ നാവിന് രഞ്ജിപ്പിക്കുന്ന മസാലയാണ് നമ്മുടെ ഗരം മസാല എന്നൊക്കെ പറയുന്നത്. ഇതെന്താണ് ഇതിൻ്റെ പേരെന്താണ്? ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ് അല്ലേ? ഇത് നാടൻ ചിക്കൻ ആയിട്ടാണ് ചെയ്തത്, ബ്രോയിലർ ചിക്കൻ അല്ല. കോഴി എന്നല്ല, നമ്മളെപ്പോഴും നാടൻ സ്നേഹമാണ് നല്ലത്, നാടിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ ബ്രോയിലർ കോഴിയും ഇവിടെ ജനിച്ചു വളരുന്നതാണ് സത്യം. അങ്ങനെ ആക്കി എടുക്കുന്നതല്ലേ, അത് വേണമെന്ന് വിചാരിച്ചിട്ടാണ് പേര്. പക്ഷെ അത് എന്താണ്, ഇപ്പം ഈ കോഴി മറ്റു രണ്ട് കോഴികളെന്ന് പറഞ്ഞാൽ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ജനിക്കുമ്പോഴേ മരിക്കാനാണെന്ന് പറഞ്ഞ് ജനിക്കുന്നു, മറ്റേത് ജനിച്ച് സ്വാഭാവികമായിട്ട് മരിക്കുന്നു. അതെ, കൊല്ലപ്പെടാൻ വേണ്ടി ജനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ബ്രോയിലർ ചിക്കന്. നാടൻ കോഴി പണ്ട് ഈ കോഴികളെ കൊല്ലുന്നതേ ആൺകോഴിയെ മാത്രമേ കൊല്ലുള്ളൂ, പെടക്കോഴിയെ കൊല്ലല്ല. മുട്ടയിടുന്ന കോഴിയെ ആരും കൊല്ലുകയല്ല. അത് പാപമല്ലേ സ്ത്രീകളോടുള്ള ഒരു, സ്ത്രീകളെന്ന് പറഞ്ഞാൽ ബഹുമാനം ഉണ്ടായിരുന്നു പണ്ട് കോഴികളോട് പോലും. പെടക്കോഴികളെ കൊല്ലാറില്ല. അത് ചോദിച്ചു നോക്കൂ, പൂവൻ കോഴി അത് മാത്രമേ കൊല്ലുള്ളൂ. ഓക്കെ സർ, ഇനി ചെയ്യുന്നത് ഫിലിം പ്രോജക്ട്സ് ആണോ? ഫിലിം പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ കുട്ടിമാമ എന്നൊരു പടം ഉണ്ടായിരുന്നു, BM വിനു ചേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു. പിന്നെ ഉറിയടി എന്നൊരു പടം വരാറുണ്ട്. പിന്നെ മാർക്കോണി മത്തായി എന്നൊരു പടം, അത് നമ്മുടെ വിജയ് സേതുപതിയൊക്കെ തമിഴിലെ പുള്ളിയൊക്കെ അഭിനയിക്കുന്ന പടമാണ്. അതാണ് പുതിയ പ്രോജക്റ്റിൽ വരാൻ പോകുന്നത്. സ്ക്രിപ്റ്റ് എന്ന സിനിമയാവുന്നേ അത് ഈ പറഞ്ഞ പോലെ ഉദയനാണ് താരത്തില ലാലേട്ടൻ്റെ കഥാപാത്രം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കാൻ കെട്ടാൻ വേണ്ടി ഒരാൾ വരണം. റെഡിയാണ്, ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തിരക്കഥ. എല്ലാവരോടും പറഞ്ഞിട്ടും തുടങ്ങിയിട്ടുണ്ട്. പ്രോജക്റ്റ് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ സർ, എന്തായാലും സാറ് വന്ന് ഇച്ചിരി സമയമാണെങ്കിലും ഈ പറഞ്ഞ എന്നെ പോലത്തെ അമ്മമാർക്ക് കുറേ നല്ല നല്ല വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇനി താമസിച്ചു പോയെന്ന് ദുഃഖിക്കുന്നില്ല, ഇനിയും പറഞ്ഞു കൊടുക്കാം. ഇനിയും പറഞ്ഞു കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. എത്ര പ്രായമായാലും അമ്മമാർക്ക് മക്കളോട് എന്ത് ചെയ്യാം, അമ്മമാർക്ക് മാത്രമേ അത് ഒരു എന്താ പറയുള്ളൂ, അത് കഴിവുള്ളൂ. ഒരു നിർഭയമായി നമുക്ക് എന്ത് ചെയ്യണം, ഒരു കാര്യം പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുന്ന അമ്മമാർക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ താമസിച്ച് പോയിട്ടില്ല എന്ന് കരുതി തന്നെ കുഞ്ഞുങ്ങളെ നല്ല വാക്ക് നല്ല ചൊല്ല് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും സർ, എന്തായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് സാറിന് വളരെ നന്ദി. വളരെ സന്തോഷം, ഇവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം, ഈ ആതിഥ്യം സ്വീകരിക്കാൻ പറ്റിയ ഒരു സന്തോഷം. എല്ലാ ചാനൽ, നമ്മുടെ അമൃത ചാനലിൻ്റെ എല്ലാവർക്കും സുന്ദരമായ ഒരു ഭാവി ഉണ്ടാവട്ടെ എല്ലാവർക്കും. താങ്ക് യു സർ.